ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 118. അപ്പോൾ അധ്യായം അൽ ബാബു താസിഉ അശറ, 19ാമത്തെ അധ്യായം. ബാബു മാ ജാഅ ഫി അന്ന സബബ കുഫ്രി ബനി ആദമ വ തർക്കിഹിം ദീനഹും ഹുവൽ ഉലുവ്വു ഫി സ്വാലിഹീന. ഈ അധ്യായമാണ് കിതാബ് തൗഹീദിൽ ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇനി അതിൻ്റെ ഷറഹാണ്. അപ്പോൾ ബാബ് എന്താണ്? 19ാമത്തെ അധ്യായം. ബാബ് അധ്യായം മാ ജാഅ ഫി അന്ന സബബ കുഫ്രി ബനി ആദമ, ആദം അലൈഹിസ്സലാമിൻ്റെ സന്തതികൾ, അതായത് മനുഷ്യർ, അവരുടെ കുഫർ, സത്യനിഷേധം, അതിൻ്റെ കാരണത്തിൽ വന്ന വിഷയം. വ തർക്കിഹിം ദീനഹും, അവരുടെ ദീൻ, അതായത് ദീനുൽ ഇസ്ലാം ഉപേക്ഷിക്കുന്നതിലും വന്ന വിഷയം, അതിൻ്റെ കാരണം. ഹുവ അൽ ഉലുവ്വു ഫി സ്വാലിഹീന, സച്ചരിതരായ സ്വാലിഹീങ്ങളായ മഹാന്മാരായ ആളുകളുടെ വിഷയത്തിൽ അതിര് കവിയൽ ആണ്. അതാണ് അവരെ കുഫറിലേക്ക്, ഷിർക്കിലേക്ക് നയിച്ചത് എന്ന്. വ ഖൗലുല്ലാഹി തആല, അല്ലാഹു തആലയുടെ വചനം, അല്ലാഹു അസ്സ വജൽ, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും, ഓ വേദക്കാരെ, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അമിതത്വം, അതിര് കവിയൽ കാണിക്കരുത് എന്ന്. ഇതിൻ്റെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദിൽ നിന്നുള്ള ഭാഗം വായിക്കാണ്. ഖാല ഷെയ്ഖ് റഹിമഹുല്ലാഹ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ബാബു മാ ജാഅ, വന്നത് സംബന്ധിച്ച അധ്യായം. യാനി ഉദ്ദേശിക്കുന്നത് മാ വറദ മിനൽ അദില്ലത്തി മിൻ അന്ന, മിൻ അതായത് തെളിവുകളിൽ നിന്ന് വന്നത് എന്നർത്ഥം. മിൻ അന്ന സബബ കുഫ്രി ബനി ആദമ, ആദം സന്തതികളുടെ കുഫറിൻ്റെ, സത്യനിഷേധത്തിൻ്റെ കാരണം, അതായത് അസബബു എന്ന് പറഞ്ഞാൽ ഫില്ലോ ഭാഷയിൽ മായുത്തവസ്വലു ബിഹി ഇലഷൈ, ഒരു കാര്യത്തിലേക്ക് എത്തപ്പെടുന്നത് ആണ്. വലുതാരിക സുമ്മിയൽ ഹബിലു സബബ, അതുകൊണ്ടാണ് ഹബിലിന് സബബ് എന്ന് പറയുന്നത്. ഹബിൽ എന്ന് പറഞ്ഞാൽ കയർ, കയറിന് സബബ് എന്നൊരു വാക്കുണ്ട്, ഒരു പേരുണ്ട്. അല്ലാഹു തആല പറഞ്ഞിട്ട് ഫൽയംദുദ് ബിസബബിൻ ഇലസ്സമാഇ, അവൻ ആകാശത്തേക്ക് ഒരു കയറിട്ട് നീട്ടട്ടെ, കയറിട്ട് നോക്കട്ടെ എന്നുള്ളത്. യാനി ഫൽയംദുദ് ബി ഹബിലിൻ ഇലസ്സമാ, ഹബിൽ എന്നാണ് സബബിൻ്റെ അർത്ഥം. അമ്മ സബബു ഇൻദൽ ഉസൂലിയീന വഹുവ മാ യൽസമു മിൻ അദ്മിഹി അൽ അദ്ം, അത് ഇല്ലെങ്കിൽ ഇല്ലായ്മ ആണ്, അത് അനിവാര്യമാക്കുന്നതാണ്, അങ്ങനെയുള്ളതാണ് സബബ്. അങ്ങനെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം പറഞ്ഞതാണ്. ഇനി കുഫ്രി ബനി ആദം, യാനി കുഫുറഹും ബില്ലാഹി അസ്സ വജൽ, മനുഷ്യ സന്തതികളുടെ, അല്ലെങ്കിൽ മനുഷ്യരുടെ കുഫറിന് കാരണം എന്ന് പറഞ്ഞത്, കുഫർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അസ്സ വജലിനെ നിഷേധിക്കുക. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ പറ്റ നിഷേധിക്കലാവാം, അതേപോലെ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതിന് നിഷേധിക്കലൊക്കെ ഉൾപ്പെടും. വതർക്കിഹിം, അവരുടെ ഉപേക്ഷിക്കലും, അതായത് ദീനിനെ ഉപേക്ഷിക്കൽ, ബിൽ ജർദി അത്തുഫൻ അലാ കുഫ്രി അൽ മുദാഫിലൈ, ഇവിടെ കുഫ്രി എന്നുള്ളതിലേക്ക് അത്തുഫ് ആണ് തർക്കി എന്നുള്ളത്, അതുകൊണ്ടാണ് കുഫ്രി എന്നുള്ളതിന് ജറ്, അതേപോലെ തർക്കി എന്നുള്ളതിന് ജറ് എന്ന് പറഞ്ഞതാണ്. ദീനഹും, അവരുടെ ദീൻ, അവരുടെ ദീൻ ഉപേക്ഷിക്കുന്നത്. ദീനഹും മൻസൂബിൻ അല്ല മഫ്ഊലിയ, മഫ്ഊലാണ്, മഫ്ഊലും ബിയാണ് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ദീന ന എന്ന് നസ്ബ് എന്ന്. ഫഇന്നഹു യഅമലു അമല ഫീലി, അത് ഒക്കെ നഹ്വിയായ വിഷയങ്ങളാണ്. ഹുവൽ ഉലുവ്വു ഫി സ്വാലിഹീൻ, അപ്പോൾ അതിന് കാരണം എന്താണ്? സ്വാലിഹീങ്ങളുടെ വിഷയത്തിലുണ്ടായ അതിര് കവിച്ചിലാണ്. അൽ ഉലുവ്വു ഫിൽ ലുഗ, ഭാഷയിൽ ഉലുവ്വ് എന്ന് പറഞ്ഞാൽ ഹു അസിയാദത്തു അനിൽ ഹദ്, ഹദ് എന്ന് പറഞ്ഞാൽ പരിധി, അതിര്, അതിരിൽ നിന്ന് അധികമാകലാണ്, അതായത് അതിര് ലംഘിക്കലാണ്. യുക്കാല് പറയപ്പെടും ഗല അൽ ഖിദ്റു, ഖിദ്ർ, ഖിദ്ർ പറഞ്ഞാൽ കലം, കലം അമിതമായി എന്ന് പറഞ്ഞാൽ കലം പിന്നെ തിളച്ചു മറിഞ്ഞു, അതിന് ഗല എന്ന് പറയും. അടുപ്പത്ത് എന്തെങ്കിലും വെച്ചു, അത് തിളച്ചു മറിയുമ്പോൾ ഗല എന്ന് പറയും. ഇതാ സാദ, അത് അധികമായാൽ. വമിൻഹു യുഖാലു ഗല അസ്സിഗ്റു, സിഗർ അധികമായി, വില വർദ്ധിച്ചു എന്നതിന് ഗല അസ്സിഗ്റു എന്ന് പറയും. ഇതാ സാദ ഫിൽ അസ്വാഖ്, അതായത് മാർക്കറ്റിൽ വില കൂടിയാൽ. ഫൽ ഉലുവ്വു ഫിൽ ലുഗ, ഭാഷയിൽ ഉലുവ് എന്ന് പറഞ്ഞാൽ അസിയാദത്തു അനിൽ ഹദ്ദി, പരിധിയിൽ നിന്ന് കൂടലാണ്, വർദ്ധിക്കലാണ്. അമ്മ ഫിഷർ, ഷറഇൽ എന്താണ്? ഷറഇയായ വീക്ഷണത്തിൽ എന്താണ് ഉലുവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാങ്കേതിക അർത്ഥം.
ഹുവ അസ്സിയാദതു അനിൽ ഹദ്ദിൽ മഷ്റൂഅ്, ഷറാക്കപ്പെട്ട, അതായത് അള്ളാഹു നിയമമാക്കിയ ആ ഷറാക്കപ്പെട്ട കാര്യത്തിൻ്റെ ആ പരിധിയിൽ നിന്ന് വർദ്ധിക്കലാണ്. യുസമ്മ ഉലുവൻ, അതിന് ഉലുവ് എന്ന് പറയും. വയുസമ്മ തുയാനൻ, തുയാനി അതിര് കടക്കൽ എന്നും പറയും. വൽ ഉലുവു ഫി സ്വാലിഹീന, സ്വാലിഹീങ്ങളുടെ വിഷയത്തിലുള്ള അതിര് കവിച്ചിൽ എന്ന് പറഞ്ഞാൽ ഹുവ അസ്സിയാദതു ഫി മദ്ഹിഹിം, അവരെ മദ്ഹ് ചെയ്യുന്നതിൽ ഉള്ള വർദ്ധനവ് ആണ്. വറഫ്ഇഹിം ഫൗഖ മക്കാനതിഹിം, അവരെ അവരുടെ സ്ഥാനത്തിൽ നിന്ന് ഉയർത്തലാണ്, അതിൻ്റെ മേലെ ഉയർത്തലാണ്. ബി അൻ യുജഅല ലഹും ഷൈഉം മിനൽ ഇബാദ, അവർക്ക് ഇബാദത്തിൻ്റെ ഒരു അംശം ആക്കപ്പെടുന്ന അവസ്ഥയിൽ. ഖാല, ഷെയ്ഖ് റഹിമഹുല്ലാ തുടർന്ന് പറഞ്ഞു, വഖൗലുല്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിൻ്റെ വാക്ക്, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും, ഓ വേദക്കാരെ, അഹ്ലി കിതാബുകാരെ, നിങ്ങൾ നിങ്ങളുടെ ദീനുൽ ഇസ്ലാമിൽ ഉലുവ് കാണിക്കരുത് എന്ന്. അൽ മുറാദ് ബി അഹ്ലിൽ കിതാബ്, അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉദ്ദേശ്യം അൽ യഹൂദു വന്നസാറ, യഹൂദികളും നസ്വാറാക്കളും. സുമ്മു ബി അഹ്ലിൽ കിതാബ്, അവർ അഹ്ലിൽ കിതാബ് എന്ന് പറയപ്പെട്ടു, പേര് വെക്കപ്പെട്ടു. ലി അല്ലാഹു സുബ്ഹാനഹു, കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അൻസല അല അംബിയാഇഹിം അൽ കുതുബ, അവരുടെ നബിമാർക്ക് കുത്തുബ്, വേദഗ്രന്ഥങ്ങൾ അവതരിച്ചു. അൽ യഹൂദ്, യഹൂദികൾ, അൻസലല്ലാഹു അലാ നബിയിഹിം മൂസ അലൈഹിസ്സലാം അത്തൗറാത്ത, അവരുടെ നബി മൂസ അലൈഹിസ്സലാമുക്ക് അള്ളാഹു തൗറാത്ത് അവതരിപ്പിച്ചു, ഇറക്കിക്കൊടുത്തു. വൻ നസ്വാറ, നസ്വാറാക്കൾ, അൻസലല്ലാഹു അലാ നബിയിഹിം ഈസ അലൈഹിസ്സലാം അൽ ഇൻജീല, ഈസ അലൈഹിസ്സലാം അവരുടെ നബിക്ക് ഇൻജീൽ അവതരിപ്പിച്ചു. ഫലിദാലിക, ഇക്കാരണത്താൽ സുമ്മു അഹ്ലുൽ കിതാബ്, സുമ്മു അവർ പേര് വെക്കപ്പെട്ടു അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബ് എന്ന്. ഫർഖൻ ബൈനഹും വബൈനൽ ഉമ്മിയീന വൽ വസനിയീന അല്ലദീന ലാ കിതാബ ലഹും, അവർക്കും ഉമ്മീങ്ങളായിട്ടുള്ള, അതായത് നിരക്ഷരകുക്ഷികളായിട്ടുള്ള, അതേപോലെ വസനികൾ, ബിംബാരാധകരുമായിട്ടുള്ള ആളുകൾക്കിടയിൽ വേർതിരിക്കാൻ വേണ്ടി. പക്ഷേ അഹ്ലി കിതാബുകാർ പിന്നീട് ബിംബാരാധനയിലൊക്കെ അവരുടെ പിൻഗാമികൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അത് മറ്റൊരു വിഷയമാണ്. അതിപ്പോൾ മുസ്ലിങ്ങളും അങ്ങനെ തന്നെ പലരും മക്കാമുകളെ ബിംബങ്ങളാക്കുന്നുണ്ടല്ലോ. വഹാദാ ഫീഹി തംബീഹുൻ അലാ അന്നൽ മത്ലൂബ മിൻഹും അൻ യതഖയ്യദു ബിൽ കിതാബില്ലദീ ഉൻസില അലൈഹിം. വഹാദാ ഫീഹി, അപ്പോൾ ഇതിലുണ്ട് തംബീഹുൻ, ഉണർത്തലുണ്ട്, അലാ എന്തിന്മേൽ, അന്നൽ മത്ലൂബ മിൻഹും അവരിൽ നിന്ന്, അഹ്ലി കിതാബുകാരിൽ നിന്ന് തേടപ്പെടുന്ന കാര്യം എന്താണ്? അൻ യതഖയ്യദു ബിൽ കിതാബില്ലദീ ഉൻസില അലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബ്, വേദഗ്രന്ഥത്തിൽ അവർ അവലംബിക്കണം എന്നതാണ്. വഅദമി മുജാവസതിഹി, അത് അതിൽ ലംഘിക്കാൻ പാടില്ല എന്നതും. അപ്പോൾ അവരുടെ വേദഗ്രന്ഥം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വേദഗ്രന്ഥം അംഗീകരിക്കുന്നതോടുകൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അംഗീകരിക്കാൻ നിർബന്ധമായിരിക്കും. കാരണം എന്താണ്? അവരുടെ വേദഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിനും ഖുർആൻ്റെ അവതരണത്തിനു ശേഷം അത് അംഗീകരിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ് എന്ന് വരും. അപ്പോൾ വഹുവ തംബീഹുൻ ലിക്കുല്ലി ആലിമിൻ, ഇത് എല്ലാ ആലിമിനും ഉണർത്തലാണ്. ബി അൻ യൽതസിമൽ ഇഅ്തിദാല, ഇഅ്തിദാൽ ചൊവ്വായ മാർഗത്തിൽ ചൊവ്വായിട്ട് നിൽക്കുക എന്നത്. ലാ തഗ്ലൂ ഹാദാ നഹിയും മിനല്ലാഹി തആല ലഹും അനിൽ ഉലുവ്, അതിർ ലംഘിക്കൽ, അതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അഹ്ലി കിതാബുകാരെ നിരോധിച്ചതാണ്. ലിഅന്നൽ ഉലുവ, കാരണം ഉലുവ് എന്നത് അൻ യകൂന ഫി ശഖ്സിൻ, ഒരു വ്യക്തിയിൽ അതുണ്ടാവാം, ഔ യകൂന ഫി ദീനിൻ, അല്ലെങ്കിൽ ദീനിൽ തന്നെ അതുണ്ടാവാം. വൽ ഉലുവ് ഫി ശഖ്സി ഹുവ, ഇനി വ്യക്തിയിൽ വരുന്ന ഉലുവ്, അമിതത്വം എന്ന് പറയുന്നത്, അമിത അതിൽ ലംഘിക്കൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? അൽ മുബാലഗതു ഫി മദ്ഹിഹി, വ്യക്തിയെ പ്രശംസിക്കുക, മദ്ഹ് ചെയ്യുന്നതിനുള്ള മുബാലഗത്ത്, എക്സാജറേഷൻ. വറഫ്, അമിതത്വമാണ്. വറഫ്ഇഹി ഫൗഖ മൻസിലതിഹി അല്ലതി അൻസലഹു അല്ലാഹു ഫിഹാ, അള്ളാഹു അവതരിപ്പിച്ച, അള്ളാഹു കൊടുത്ത മൻസിലത്തുണ്ടല്ലോ, ആ പദവിയുടെ മുകളിൽ പ്രതിഷ്ഠിക്കലാണ്. അമ്മൽ ഗുലുവു ഫി ദീനി ഫഹുവ, ഇനി ദീനിലെ ഗുലുവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസ്സിയാദതു അനിൽ ഹദ്ദിൽ മശ്റൂഇ ഫിൽ ഇബാദാത്തി, ഇബാദാത്തുകളിൽ, ആരാധനകളിൽ, ആരാധനാ കർമ്മങ്ങളിൽ അള്ളാഹു ഷറാക്കപ്പെട്ട പരിധി, ആ പരിധി ലംഘിക്കലാണ്, അത് അതിര് കവിയലാണ്. ഫി മഖാദിരിഹ, അതിൻ്റെ കണക്കുകളിലും, ഔ ഫി കൈഫിയത്തിഹ, അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിലും. കമാ ഫി ഖിസ്സത്തി സലാസത്തില്ലത്തി ജാഉ യസ്അലൂന അൻ ഇബാദത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിനെ
സംബന്ധിച്ച് ചോദിക്കാൻ വേണ്ടി വന്ന 3 പേരുടെ കഥയിൽ പറയുന്നത് പോലെ ഫലമ്മ ഉഖ്ബിറു ബിഹാ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് എങ്ങനെയെന്ന് അവരോട് പറയപ്പെട്ടപ്പോൾ, വിവരം നൽകപ്പെട്ടപ്പോൾ കന്നഹും തഖാല്ലുഹ, അത് കുറച്ച് കുറവല്ലേ, അല്ലെങ്കിൽ കുറവാണ് അവർക്ക് തോന്നിയതുപോലെ. വലാകിന്നഹും ഖാലു, പക്ഷേ അവരിങ്ങനെ പറഞ്ഞു, എന്ത് അയിന നഹ്നു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപേക്ഷിച്ച് ഞങ്ങളുടെ അവസ്ഥ എന്താണ്? വഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞതും പിന്നീട് വരുന്നതുമായിട്ട് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട അങ്ങനെയുള്ള മഹാവ്യക്തിത്വമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമല് കുറഞ്ഞു എന്നുള്ള വിഷയമല്ല, കുറഞ്ഞാലും വിഷയമല്ല, ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ അതിൽ കൂടുതൽ ചെയ്യണമല്ലോ എന്നതാണ് അവരുടെ ചിന്ത വന്നത്. ഫഖാല അഹദുഹും, അങ്ങനെ അവരിൽ ഒരാൾ പറഞ്ഞു, അമാ അന ഫഉസല്ലി വലാനാം, ഞാൻ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ ഉറങ്ങൂല, ഉറക്കം തീരല്ലാതെ ഞാൻ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും. ഖാല ആഖർ, മറ്റേ ആൾ പറഞ്ഞു, അമ്മ അന ഫഅസുമു വല ഉഫ്തിറു, ഞാനിങ്ങനെ നോമ്പ് നോറ്റുകൊണ്ടേയിരിക്കും, ഞാൻ നോമ്പ് മുറിക്കൂല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നോമ്പ് വെക്കുന്ന അർത്ഥം, ഒരു ദിവസമല്ലാതെ. വഖാല സാലിസ്, മൂന്നാമത്തെ ആൾ പറഞ്ഞു, അമ്മ അന ഫലാ തസവ്വജുൻ നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യൂല, അതായത് വിവാഹം കഴിക്കൂല. യാനി ഉദ്ദേശിക്കുന്ന യതബത്തലു, അള്ളാഹുവിലേക്ക് മാത്രം ആരാധന ചെയ്യാനായിട്ട് ഒഴിഞ്ഞിരിക്കുക, അതിനുവേണ്ടി ഞാൻ വിവാഹം ഒക്കെ ഒഴിവാക്കും. വഫീ റിവായത്തിന്, മറ്റൊരു റിപ്പോർട്ടിൽ ലാ ആകുലുൽ ലഹ്മ, ഞാൻ ലഹ്മ കഴിക്കൂല എന്ന്, ഞാൻ ഇറച്ചി കഴിക്കൂല എന്ന്. അങ്ങനെ അത് നഫ്സിനെ ഹിർമാൻ ചെയ്യലാണ്, മിൻ ബാബി തഖശുഫി ഹിർമാൻ നഫ്സ്. നഫ്സിന് ആവശ്യമായ പോഷണം കൊടുക്കണം, ശരീരത്തിന് ആവശ്യമായ പോഷണം കൊടുക്കണം. അപ്പോൾ അത് എന്ത് ചെയ്യണം? അത് നിരോധിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കൂല എന്ന് തീരുമാനിക്കാൻ പാടില്ല. ഹാദാ ഉലുവൻ ഐദൻ, ഇതും എന്താണ്? ഉലുവാണ്. ഫലമ്മ ബലഗ ദാലിക അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹും, അപ്പോൾ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങളാണോ? അതെ. അമാ വല്ലാഹി, എന്നറിയണം, ഞാൻ, അള്ളാഹുവാണ് സത്യം, ഇന്നി ല അർജു അൻ അകൂന അഅറഫക്കും ബില്ലാഹി അസ്സ വജൽ, അള്ളാഹു അസ്സ വജലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാൻ, നിങ്ങളെക്കാളും അറിയാൻ ഞാനാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഹ്ഷാക്കും ലില്ലാഹ്, അള്ളാഹുവിനോട് കൂടുതൽ ഹഷ്യത്തുള്ള, ഭയഭക്തിയുള്ളത് നിങ്ങളെക്കാളും ഞാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ കരുതുന്നു. അങ്ങനെ തന്നെയാണല്ലോ. ഇന്നി ഉസല്ലി വ അനാം, ഞാൻ നിസ്കരിക്കും ചെയ്യും, ഞാൻ ഉറങ്ങും ചെയ്യും. അങ്ങനെയുള്ള ഞാൻ രാത്രി നിസ്കരിക്കും, പക്ഷെ ഞാൻ ഉറങ്ങും ചെയ്യും. അസുമു വ അഫ്തിറു, ഞാൻ ചില ദിവസങ്ങൾ നോമ്പ് നോൽക്കും, ചിലപ്പോൾ നോമ്പ് ഇല്ലാതാവും, മുറിക്കും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന നോമ്പില്ലാത്ത ദിവസങ്ങളാണ്. വതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യും. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ എൻ്റെ ചര്യ അതിൽ നിന്ന് ആര് വിട്ടുകടന്നു പോവോ, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. ഹാദാ ഉലുവുൻ നഹാ അൻഹു അർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തൊട്ട് നിരോധിച്ച ഉലുവ്. വഅമറ ബിത്തവസ്സുതി വഅദ്മിൽ ഉലുവ്, അപ്പോൾ ഉലുവ് വേണ്ട എന്നതും തവസ്സുത്ത്, മിതത്വം, മധ്യമ നിലപാട് വേണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു എന്നതാണ്. വലമ്മ ലുഖിതത് ലഹു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പെറുക്കി എടുത്തു കൊടുക്കപ്പെട്ടപ്പോൾ എന്ത്? ഹസ അൽ ജിമാർ, ജംറകളിൽ എറിയാനുള്ള കല്ല്, അംസാല ഹസ അൽ ഖദ്ഫ്, ഖദ്ഫിൻ്റെ ഹസ പോലത്തെ ഹസ, ചെറിയ കല്ലുകൾക്ക്. യാനി ഉദ്ദേശിക്കുന്നത് അക്ബറ മിനൽ ഹിമ്മസ് ബി ഖലീൽ, ഹിമ്മസ് എന്ന് പറഞ്ഞാൽ ഈ കടലയുടെ മുള, ആ മുളയിനേക്കാൾ ഒരു കുറച്ച് വലിപ്പമുള്ള, അഹദഹ ഫീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കഫിഹി വഖാൽ, എന്നിട്ട് ആ കല്ലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മുൻകൈയിൽ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, അംസാലഹ ഉരായി ഫർമു, ഇതുപോലത്തെ ചെറിയ കല്ലുകൾ കൊണ്ട്, ഇതുപോലത്തെ കല്ലുകൾ കൊണ്ട് നിങ്ങൾ എറിയൂ. ഇയ്യാക്കും വൽ ഉലുവ, നിങ്ങൾ ഉലുവിനെ സൂക്ഷിക്കുക, അമിതത്വം വേണ്ട, വലിയ പൊത്തക്കല്ല് എടുത്തുകൊണ്ട് എറിയേണ്ട കാര്യമില്ല. ഇന്നമാ അഖിലക്ക മൻകാന ഖബലക്കും അലു ഉലു, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത് ഉലുവ് ആണ്. വൽ യഹൂദു വൻ നസ്വാറ ഗലൗ ഫി അംബിയാഇഹിം, യഹൂദികളും നസ്വാറാക്കളും അവരുടെ നബിമാരുടെ വിഷയത്തിൽ ഉലുവ് കാണിച്ചു, അമിതത്വം കാണിച്ചു. വഗലൗ ഫി ദീനിഹിം, അവരുടെ ദീനിൻ്റെ വിഷയത്തിലും അവർ ഉലുവ് കാണിച്ചു. വലൗ ഫി അംബിയാഇഹിം, അവർ അംബിയാക്കളുടെ വിഷയത്തിൽ ഉലുവ് കാണിച്ചു. എങ്ങനെ? ഹൈസു ഖാലത്തിൻ നസ്വാറ ലിൽ മസീഹ്, മസീഹ് ഈസാ
ഈസാ അലൈഹി സ്വലാമിൻ്റെ വിഷയത്തിൽ നസ്വാറാക്കൾ പറഞ്ഞതുപോലെ ഇബ്നുല്ലാഹ്, അള്ളാഹുവിൻ്റെ മകനാന്ന് പറഞ്ഞു. ഫറഫഉഹു ഫൗഖ മൻസിലത്തിൽ ബഷരിയത്ത്, മനുഷ്യൻ എന്ന ആ ഒരു പദവി, അതിൻ്റെ മേലെ ഉള്ള ഒരു പദവിയിലേക്ക് ഈസാ അലൈഹി സ്വലാമിനെ അവർ ഉയർത്തി. ഇല മൻസിലത്തിൽ റുബൂബിയത്തിൻ്റെ പദവിയിലേക്ക്. വയുസമ്മൂനഹു അർ റബ്ബ്, ഈസാ അലൈഹി സ്വലാമിനെ അവർ റബ്ബ് എന്ന് വിളിച്ചു, ലോഡ്. അമ്മൽ യഹൂദികളാകട്ടെ ഫഖദ് ഗലൗ ഫി ഉസൈർ എന്ന സ്വാലിഹായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അവർ ഒലിവ് കാണിച്ചു. ഖാലു, അവർ പറഞ്ഞു, ഹുവ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. അത് യഹൂദികൾ ഒരു വിഭാഗമാണ് പറഞ്ഞത് എന്നും കാണാം. അള്ളാഹു അലം. ഖദാലിക നസ്വാറ, അപ്രകാരം തന്നെ നസ്വാറാക്കൾ ഗലൗ ഫി ദീനിഹിം, അവരുടെ ദീനിൽ ഒലിവ് കാണിച്ചു, അമിതത്വം കാണിച്ചു. ഫബ്തദഉ അർ-റഹ്ബാനിയ, അവർ പൗരോഹിത്യം പുതുതായിട്ട് ദീനിലുണ്ടാക്കി. വഹി, അത് അത്തബത്തുരു വത്തഅബ്ബുദു, അതായത് ആരാധനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുക. തഅബ്ബുദ് ആരാധനകളായിട്ട് നിൽക്കുക. വലുസൂമുസ് സവാമിഅ, മഠങ്ങളിൽ ഒതുങ്ങിക്കൂടുക. വഅദമു അൽ ഖുറൂജി മിന്ന, ആ മഠങ്ങളിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക. റഹ്ബാനിയത്തൻ ഇബ്തദഉഹ, അവർ പടച്ചുണ്ടാക്കിയ പൗരോഹിത്യം. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ വറഹ്ബാനിയത്തൻ ഇബ്തദഉഹ മാ കതബ്നാഹാ അലൈഹിം, അവരുണ്ടാക്കി പടച്ചുണ്ടാക്കിയ പുതുതായി ഉണ്ടാക്കിയ പൗരോഹിത്യം അത് അവർക്ക് നാം നിയമമാക്കിയിട്ടില്ല. ഹാദാ മിനൽ ഉലൂവി ഫിദ്ദീൻ, ഇത് ദീനിലുള്ള ഒലുവാണ്. അല്ലാഹു തആല പറഞ്ഞു, ലാ തഗ്ലൂ ഫി ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ ഒലുവ് കാണിക്കരുത്, അമിതത്വം കാണിക്കരുത്. ഗൈറൽ ഹഖി, അന്യായമായിട്ട്. വഫിൽ ആയത്തുൽ ഉഖ്റ, മറ്റൊരായത്തിൽ ഇങ്ങനെ കാണാം. ഫി സൂറത്തുൻ നിസാ സൂറത്തിൽ യഖൂൽ, അല്ലാഹു പറയുന്നു, യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫി ദീനിക്കും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ് ഇന്നമൽ മസീഹു ഈസ ഇബ്നു മർയമ റസൂലുള്ളാഹി വകലിമതുഹു അൽഖാഹാ ഇലാ മർയമ വറൂഹും മിൻഹു ഫആമിനൂ ബില്ലാഹി വറസൂലിഹി വലാ തഖൂലൂ സലാസ ഇൻതഹൂ ഖൈറൻ ലക്കും ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ് സുബ്ഹാനഹു أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا يا أهل الكتاب, ഓ വേദക്കാരെ, അഹ്ലു കിതാബുകാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ ഉലുവ് കാണിക്കരുത്, അമിതത്വം കാണിക്കരുത്. വലാ തഖൂലു, നിങ്ങൾ പറയരുത് അല്ലാഹുവിന്റെ മേൽ ഇല്ലൽ ഹഖ്, ന്യായമായത് സത്യമായതല്ലാതെ. ഇന്നമൽ മസീഹ് ഈസ ഇബ്നു മറിയം, മസീഹ് അൽ മസീഹ് ആരാണ്? മറിയമിൻ്റെ പുത്രൻ ഈസയാണ്. റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലാണ് അവർ, അദ്ദേഹം. വകലിമതുഹു, ആ അള്ളാഹുവിൻ്റെ വചനമാണ്, കലിമത്താണ്, കുൻ എന്ന വചനത്താൽ ഉണ്ടായതാ. അൽഖാഹാ ഇലാ മറിയമ, മറിയമിലേക്ക് ഇട്ടുകൊടുത്ത വചനമാണ്. വറൂഹും മിൻഹു, അവനിൽ നിന്നുള്ള റൂഹാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ റൂഹാണ്. എല്ലാവരെ കുറിച്ചും അങ്ങനെ പറയാം. വനഫഖ്തു ഫീഹി മിർ റൂഹി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈസാ അലൈഹി സ്വലാമിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ മാതാവ് മാത്രമേ ഉള്ളൂ, പിതാവില്ല. അത് പ്രത്യേകമാണ്. ഫആമിനു ബില്ലാഹി വറസൂലിഹി, അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ മുർസലികളിലും വിശ്വസിക്കുക. വലാ തഖൂലു സലാസ, നിങ്ങൾ 3 എന്ന് പറയുന്നത് തൃത്വം അരുത്. ഇൻതഹു ഖൈറൻ ലക്കും, ഇൻതഹു, നിങ്ങൾ വിരമിക്കൂ ഇതിൽ നിന്ന്. ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇന്നമല്ലാഹു, നിശ്ചയം അല്ലാഹു ഇലാഹു വാഹിദ്, ഒരേ ഒരു ഇലാഹ് മാത്രമാണ്. ഇന്നമാ ഹസ്ർ, പിന്നെ പരിമിതപ്പെടുത്തൽ ആണ്, മാത്രം എന്നുള്ള പ്രയോഗമാണ്. നിശ്ചയം അള്ളാഹു ഒരേ ഒരു ഇലാഹ് മാത്രമാണ്. സുബ്ഹാന, അവൻ പരിശുദ്ധനാണ്. അൻ യകൂന ലഹു വലദുൻ, അവനൊരു സന്തതി ഉണ്ടാവുക എന്നത്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അവന് ഉള്ളതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും. വകഫാ ബില്ലാഹി വക്കീല, വക്കീലായിട്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നവനായിട്ട് അവൻ മാത്രം മതി, അവൻ മതി. ഫകദാലിക അല്ലദീന ഗലൗ ഫിസ്വാലിഹീന മിൻ ഹാദിഹിൽ ഉമ്മ, അപ്രകാരം തന്നെയാണ് ഈ ഉമ്മത്തിൽ നിന്ന് സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ ഉലുവ് കാണിച്ചവരും അമിതത്വം കാണിച്ചവരും. ഹത്താ അബദൂഹും, അവർ ആ സ്വാലിഹീങ്ങളെ ഇബാദത്ത് ചെയ്യുന്നിടത്തോളം എത്തി. വജഅലൂ ലഹും മാ അല്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയോടൊപ്പം അല്ലാഹുവിന് ഇബാദത്ത് അവർക്ക് ഇബാദത്ത്, അതല്ല ശിർക്ക്. വജഅലൂ ലഹും ഷൈഅൻ മിന റുബൂബിയ്യത്തി വൽ ഉലൂഹിയ്യത്തി, റുബൂബിയത്തിൽ നിന്നും ഉലൂഹിയത്തിൽ നിന്നും ചിലത് ആ സ്വാലിഹീങ്ങൾക്ക് അവർ വകവെച്ചു കൊടുത്തു. ഈ ഉമ്മത്തിലെ ചിലർ സബാ അംബി സബാ, സമത്തിന് സമമായിട്ട്.
ഇനി വഫി സ്വഹീഹി കിതാബ് തൗഹീദിൽ നിന്നുള്ള ഭാഗമാണ്. عن ابن عباس رضي الله عنه في قول الله تعالى وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا قال هذه أسماء رجال صالحين من قوم نوح فلما هلكوا أوحى الشيطان إلى قومهم أن ينصبوا إلى مجالسهم التي كانوا يجلسون فيها أنصابا وسموها بأسمائهم وفعلوا ولم تعبد حتى إذا هلك أولئك ونسي العلم عبدت. ഈ ഭാഗം ഇത് നമ്മൾ വായിച്ചതാണ്, അർത്ഥം പറഞ്ഞതാണ്. അതിൻ്റെ ഷറഹ് നോക്കാം. قال في الصحيح قال ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു ഫി സ്വഹീഹ്, സ്വഹീഹിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് ബുഖാരി എന്നാണ് ഉദ്ദേശിച്ചത്. عن ابن عباس رضي الله عنه في قوله تعالى അള്ളാഹു താലായുടെ വചനം സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാരുടെ വിശദീകരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഫി തഫ്സീരി ഖൗലിഹി തആല, അള്ളാഹു തആലയുടെ വചനത്തിൻ്റെ തഫ്സീറിൽ എന്നർത്ഥം. ഏതാണ് അള്ളാഹുവിൻ്റെ വചനം? വഖാലു, മുശ്രിക്കുകൾ പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊസ വയഊഖ വനസ്റാ. നൂഹ് നബി അലൈഹി സ്വലാമിയുടെ ജനത്തിൽപ്പെട്ട മുശ്രിക്കുകൾ പറഞ്ഞ് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ആലിഹത്ത് ഇലാഹുകളെ ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ, വദ്ദിനെ സുവാഇനി യഊസിനി യഊഖനി നസ്റിനി ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഇതൊക്കെ നിങ്ങൾ ആരാധിക്കേണ്ടതാണ്, നിങ്ങൾ അവരെയൊന്നും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞു. ഈ നൂഹ് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞു. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹാദിഹി അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ. ഈ പറഞ്ഞ വദ് സുവാഇ യഊസ് യഊഖ് നസ്ർ ഇവരൊക്കെ സ്വാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ്. നൂഹ് അലൈഹി സ്വലാമിൻ്റെ അതിൻ്റെയൊക്കെ മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ അവരുടെ ജനതയിൽ മിൻ ഖൗമി നൂഹ്, നൂഹ് അലൈഹി സ്വലാമിൻ്റെ ജനതയിൽപ്പെട്ട ഇലാഹ്, ഇതിൻ്റെ അവസാനം വരെയുള്ള ഭാഗം അതിൻ്റെ വിശദീകരണം പറഞ്ഞ ഖൗമു നൂഹിൻ, നൂഹ് അലൈഹി സ്വലാമിൻ്റെ ജനത. ലമ്മാ നഹാഹും നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാം അനി ഷിർക്ക്, ഷിർക്കിനെ തൊട്ട് നൂഹ് അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ നബി അവരോട് നിരോധിച്ചപ്പോൾ അമറഹും ബി ഇബാദത്തില്ലാഹി വഹ്ദഹ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് അവർ കൽപ്പിച്ചപ്പോൾ ലാ ശരീക ലഹ്, അവനൊരു പങ്കാരൻ, അങ്ങനെയുള്ള അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചപ്പോൾ തവാസൗ ഫീമാ ബൈനഹും ബിഹാദിഹിൽ വസിയത്തിൽ കാഫിറ, ഈ സത്യനിഷേധത്തിൻ്റെ വസിയത്ത് അവർ പരസ്പരം വസിയത്ത് ചെയ്ത് ഉപദേശിച്ചു. ഈ നൂഹ് പറയുന്നതെന്ന് കേൾക്കണ്ട. വഖാലു, അവർ പറഞ്ഞെന്താണ്? ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ലാ തുതിഉ നൂഹ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാമിനെ നിങ്ങൾ എന്ത് ചെയ്ത? നൂഹിനെ നിങ്ങൾ അനുസരിക്കണ്ട. ലാ തത്റുകു ആലിഹത്തക്കും അല്ലത്തി തഅബുദൂനഹ മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ ഇബാദത്ത് ചെയ്യുന്ന ഇലാഹുകളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഊസ വലാ വയഊഖ വനസ്റ, നിങ്ങൾ വദ് സുവാഅ യഊസ് യഊഖ് നസ്ർ ഇതിനൊന്നും ഉപേക്ഷിക്കരുത്. ഹാദിഹി അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, ഇത് സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരായിരുന്നു ഈ പറഞ്ഞ അഞ്ചാൾക്കാർ. ആര്? വദ് സുവാഅ യഊസ് യഊഖ് നസ്ർ. വകാന ഫി ഹാദാ ഫിൽ അവൽ, ഇത് തുടക്കകാലത്ത് ആയിരുന്നു. ലിഅന്ന الناس كانوا بعد ആദം അലൈഹിസ്സലാം അലാ ദീനി തൗഹീദ്, കാരണം ആദം അലൈഹിസ്സലാം തൊട്ട് തൗഹീദിലായിരുന്നു. ആദം അലൈഹിസ്സലാമിൻ്റെ കാലശേഷം തൗഹീദിലായിരുന്നു ജനങ്ങൾ. കമാ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവർ പറഞ്ഞ പോലെ കാനു അലാ ദീനി തൗഹീദി, തൗഹീദിൻ്റെ ആ ദീന തൗഹീദ് തന്നെയായിരുന്നു മനുഷ്യന്മാരുണ്ടായിരുന്നത്. ദീനി അബീഹിം ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ പിതാവ്, മനുഷ്യരുടെ പിതാവ് ആദം അലൈഹിസ്സലാമിൻ്റെ ദീനിൽ തന്നെ തൗഹീദ്, ശുദ്ധ ഏകദൈവ വിശ്വാസത്തിൽ തന്നെയായിരുന്നു. പ്യുവർ മോണത്തിസം. അശറത ഖുറൂനിൻ, എത്ര? 10 നൂറ്റാണ്ടുകൾ അങ്ങനെയായിരുന്നു, 10 കാലഘട്ടം. വകാന ഹൗലാഇ സ്വാലിഹൂന, അങ്ങനെ ഈ സ്വാലിഹീങ്ങൾ ഫി ഹാദൽ അഹദ്, ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? അഹദി തൗഹീദ്, തൗഹീദിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരായിരുന്നു. ആര്? ഈ വദ്ദു സുവാഅ യഊഖ് പിന്നെ നസ്ർ, യഊസ് യഊഖ് നസ്ർ ഇവരൊക്കെ. അങ്ങനെ ഫലമ്മ മാത്തു, അവർ മരിച്ചപ്പോൾ ഈ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അന്നഹും മാത്തു ഫീ സനത്തിൻ വാഹിദ, ഈ 5 സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളും ഒരൊറ്റ വർഷത്തിലാണ് മരിച്ചത്, ഒരേ വർഷത്തിൽ. ഹസിനു അലൈഹിം ഹുസ്നൻ ഷദീദ, അതിൻ്റെ പേരിൽ അവർക്ക് ആളുകൾക്ക് എന്തായി? ശക്തമായ ദുഃഖമായി. അവരെല്ലാവരും തൗഹീദിലാണ്, ആരും അന്ന് ശിർക്കൊന്നുമില്ല. വബക്കൗ അലൈഹിം, അവരുടെ മേൽ അവർ കരഞ്ഞു. ഫസ്തഗല ശൈത്താൻ, അപ്പോൾ ഷൈത്താൻ ലാനഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹം അവനെ ശപിക്കട്ടെ. അപ്പോൾ ഈ ഷൈത്താൻ എന്ത് ചെയ്തു? ചൂഷണം ചെയ്തു. ഹാദിഹിൽ ആതിഫത്ത ഫീഹിം, അവരിലുള്ള ഈ ആതിഫത്ത്, ഈ അനുകമ്പ, ഈ അവരോടുള്ള സ്നേഹം, ഇഷ്ടമൊക്കെ
അത് ചൂഷണം ചെയ്തു ആര് ഷെയ്ത്താൻ പിശാച് ഇബ്ലീസ് വഅശാറ ഇലൈഹിം ബിമശൂറത്തിൻ ളാഹിറുഹ അന്നുസ് പ്രത്യക്ഷത്തിൽ ഉപദേശം എന്ന് തോന്നുന്ന മഷൂറ ഒരു കൂടിയാലോചന അവരുമായി ആ പിശാച് ഇബ്ലീസ് നടത്തി എന്നാൽ ഇബ്ലീസ് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുക വബാത്തിനുഹ അൽ ഖദീഅത്തു വൽ മഖ്ർ പക്ഷേ ചതിയും വഞ്ചനയുമാണ് ഉള്ളിലുള്ളത് അഷാറ അലൈഹിം അവരോട് സൂചിപ്പിച്ചു ഷെയ്ത്താൻ യുസവ്വിറു തമാഥീലഹും ഈ സ്വാലിഹീങ്ങളുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കാൻ രൂപങ്ങൾ ഉണ്ടാക്കി യാനി ഉദ്ദേശിക്കുന്നത് യജഅലൂലഹും സുവറൻ അലാ ശക്രി തമാഥീല തമാഥീലിൻ്റെ രൂപത്തിൽ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ ബിംബങ്ങളായിട്ട് രൂപങ്ങൾ കുല്ലു വാഹിദിൻ ലഹു സൂറ ഓരോ മനുഷ്യനും ഓരോ വദ് സ്വാഴി യൗസ് യൗക്ക് നസർ ഇത് ഓരോന്നിനും ഓരോ സ്വാലിഹി മരിച്ചുപോയ ആൾക്കാർക്ക് മഹാന്മാർക്ക് അവർക്കൊക്കെ ഓരോ രൂപം ഉണ്ടാക്കിയേക്കാം സുബു ഹാഹി തമാഥീൽ അലാ മജാലിസിൻ ഇത് അവരുടെ സദസ്സുകളിൽ നാട്ടുക മിൻ അജിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആരാധിക്കാനൊന്നുമല്ല ഇബാദ അവർക്ക് ഇബാദത്തിന് ഒരു നഷാത്ത് ഒരു ഉന്മേഷം ഉണ്ടാകാൻ കാരണം ഈ സ്വാലിഹീങ്ങളായ ആൾക്കാരെ കാണുമ്പോൾ ഇവരൊക്കെ നല്ല രീതിയിൽ ജീവിച്ച ആൾക്കാരായിരുന്നല്ലോ അപ്പോൾ നമ്മൾക്കും അതുപോലെ ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് ഒരു ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ രൂപങ്ങൾ ഈ മജിൽസുകളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഷെയ്ത്താൻ തോന്നിപ്പിച്ചു ഫഹുവ ജാഅഹും മിൻ ബാബിൻ നുസ് അവൻ ഷെയ്ത്താൻ വന്നത് എന്താണ് ഒരു നസീഹത്ത് എന്നുള്ള നിലക്കാണ് ഒരു ഉപദേശം എന്നുള്ള വ്യാജനയാണ് വരുന്നത് അഷാർ ആരെയും ബി മഷൂറത്തിൽ ളാഹിറുഹ അൽ ഖൈർ മഷൂറ എന്താണ് പ്രത്യക്ഷത്തിൽ ഖൈറായിട്ടാണ് തോന്നുന്നത് അന്നഹാദിഹി വസീലത്തു ലിൻ നഷാത്തി അലൽ ഇബാദ എന്താണ് ഷെയ്ത്താൻ തോന്നിപ്പിച്ചു കൊടുത്തത് ഇബാദത്തിന് ഒരു നഷാത്ത് ഒരു ഉന്മേഷത്തിനൊരു മാർഗമാണിത് വത്തക്കും വസ്വലാഹി നന്മക്കും ബിഹാവുലായി ഈ നല്ല ആളുകളെ സ്വാലിഹീങ്ങളായിട്ട് ജീവിച്ച് മരിച്ചുപോയ ആൾക്കാരാണല്ലോ അപ്പോൾ അവരെ പിന്തുടരാൻ വേണ്ടിയിട്ട് അവരെ രൂപം എങ്ങനെ ഉണ്ടാക്കിയത് ഈ രൂപം മജ്‌ലിസിൽ കൊണ്ടുവെക്കുമ്പോൾ എന്താണ് അത് അവരെ പിന്തുടരാൻ ഒരു ഉൾപ്രേരണ ആകും ഒരു നഷാത്ത് ഒരു ഉന്മേഷം ഉണ്ടാകും എന്നതാണ് ഇൻസ്പിറേഷൻ ഉണ്ടാകും ഇതാ റഔ സുവറഹും അവരുടെ രൂപങ്ങളെ അവർ കണ്ടാൽ തദക്കറു സ്വലാഹവും അവരുടെ നന്മകളൊക്കെ ഇങ്ങനെ ഓർക്കും വഹാലത്തും അവരുടെ അവസ്ഥകൾ ഓർക്കും ഫക്കത്തദൂബിഹിം അങ്ങനെ അവരായിട്ട് എന്താകും ഫക്കത്തദൂബിഹിം അവരായിട്ട് ഇങ്ങനെ തുടരും അവരെ മാർഗം പിന്തുടരാൻ അവർക്കൊരു അഭിവാഞ്ച ഉണ്ടാകും ഹാദാ വാഹിറു നസീഹത്തി ഇതാണ് നസീഹത്തിൻ്റെ പ്രത്യക്ഷ മാന വലാക്കിന്നഹു പക്ഷേ ഫിൽ ബാത്തിനി അതെന്താണ് ബാത്തിനിൽ ഉള്ളിലെന്താണ് യംകുറുബിഹിം അതവർക്ക് ചതിയ ലിയൻഹും യർമി ഇലാ മർമ ബഈദ് വിദൂരമായിട്ടുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് ലാനഹുല്ലാഹ് ഇബ്ലീസ് അള്ളാഹു അവനെ ശപിക്കട്ടെ യൻദുറു ഇലൽ അവാഖിബി ആക്ടിബത്തുകൾ പര്യവസാനങ്ങളാണ് ആര് നോക്കുന്നത് പിശാച് നോക്കുന്നത് ഇലൽ അജ്യാലിൽ ഖാദിമ വരും തലമുറകളാണ് അവൻ്റെ ലക്ഷ്യം ഈ തലമുറയിൽ ഇപ്പോൾ തൽക്കാലം ഇതൊന്നും നടക്കൂല ബിംബാരാധന നടക്കില്ല എന്നുള്ള ഈ പിശാചിന് അറിയാം പക്ഷെ വരും തലമുറകൾ ഇവരുടെ അടുത്ത തലമുറകളിലേക്കാണ് അവൻ്റെ നോട്ടം വൈല്ല അങ്ങനെ അല്ലെങ്കിൽ ഫൈനഹു യാരിഫു അന്നഹ ഉലായി മാതാമൽ ഇൽമു മൗജൂദൻ ഇവരടുത്ത ഇൽമുള്ളിടത്തോളം ഈ കൂട്ടർ അവരറിയാം പിശാച് എന്താണ് അറിയാം മാതാമ അന്നഹു അന തൗഹീദ് അവർ തൗഹീദിലായി എടുക്കുന്നിടത്തോളം കാലം ലൻ യത്തുറുക്കു ഇബാദത്താഹി അല്ലാഹി അസ്സ വജൽ അല്ലാഹു അസ്സ വജലുള്ള ഇബാദത്ത് അവന് മാത്രമുള്ള ഇബാദത്ത് അവർ ഒഴിവാക്കൂല ഫ ഖബിലു ഹാദിഹിൽ മഷൂറ അപ്പോൾ അവനെന്ത് ചെയ്തു ഈ ഒരു രീതി അവൻ സ്വീകരിച്ച് മഷൂറത്ത് ലിഅന്ന ളാഹിറഹ അൻഹ ഖൈർ കാരണം പ്രത്യക്ഷത്തിൽ അത് ഖൈറാണ് അപ്പോൾ ആൾക്കാരത് സ്വീകരിച്ചു വബ്തദഉ ഹാദിഹിൽ ബിദ്അ ഈ ബിദ്അത്ത് എന്ത് ചെയ്തു ആ ആളുകൾ ചെയ്തു നല്ല മനുഷ്യന്മാർ തൗഹീദുള്ള ആൾക്കാരായിരുന്നു അവർ ഈ ബിദ്അത്ത് ചെയ്തു ഈ രൂപം ഉണ്ടാക്കിയത് വെച്ചു ആരാഴ്ചയും ചെയ്തില്ല വഹാദ ദലീലുൻ ഇത് തെളിവാണ് ആരാ എന്തിന്മേൽ അന്നൽ ബിദ്അ ലാ തജൂസു ബിദ്അത്തുകൾ അത് അനുവദനീയമല്ല ഇൻകാന ളാഹിറുഹാ അൽ ഖൈർ അതിൻ്റെ പ്രത്യക്ഷം അത് പ്രത്യക്ഷമായിട്ട് നന്മയാണെങ്കിൽ തന്നെ വൈൻകാന നിയ്യത്തു അസ്ഹാബിഹ അൽ ഖൈർ ആ ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നവരുടെ നിയ്യത്ത് നന്മയാണെങ്കിലും ബിദ്അത്ത് അനുവദിക്കാൻ പറ്റൂല ഇബ്തദഉ ഹാദിഹിൽ ബിദ്അ അവരെന്ത് ചെയ്തു നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തിൽ ഉള്ള ആൾക്കാർ അവർ ഈ ബിദ്അത്ത് ചെയ്തു വസവ്വറു ഹാദിഹി തമാഥീല അവർ ഈ തിംസാലുകൾ ഈ രൂപങ്ങളെ അവർ രൂപം ഉണ്ടാക്കിയെടുത്തിട്ട് അലാ മജാലിസിൻ ഹാഉലായി സ്വാലിഹിന സ്വാലിഹിങ്ങളുടെ അത് ആ മജിലിസുകളിൽ വെച്ചു വലം തുഅബദ് ഫി ഹാദൽ ജീൽ ആ ജീലിൽ ആ തലമുറയിൽ അവർ ആരാധിക്കപ്പെട്ടില്ല അന്നഹും അലാ ഇൽമിൻ വഅലാ ദീൻ കാരണം അവർക്ക് ഇൽമുണ്ട് ദീനുണ്ട് ലാക്കിൻ പക്ഷേ ലമ്മ മാത്ത ഹാദൽ ജീലു ആ തലമുറ ഈ തലമുറ മരിച്ചപ്പോൾ
വനുസിയൽ ഇൽമ് ഉയർത്തപ്പെട്ട ഇൽമ് മറക്കപ്പെട്ടപ്പോൾ വഫീരിവാദിൻ്റെ ഒരു റിപ്പോർട്ടിൽ നുസ്ഹൽ ഇൽമ് നസ്ഖ ചെയ്യപ്പെട്ടപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട മൗത്തിൽ ഉലമാക്കളുടെ മരണം കൊണ്ട് അന്ന ഷെയ്ത്താനെ കാരണം ഷെയ്ത്താന് ലായ തസല്ലത്തു ഫിൽ ഗാലിബി സാധാരണഗതിയിൽ അവൻ ആധിപത്യം സ്ഥാപിക്കൂല മാ വജൂദിൽ ഉലമ യഥാർത്ഥ ഉലമാക്കളുടെ ഉണ്ടായിരിക്കുമ്പോൾ ലിയന്നൽ ഉലമാ യുകാഫിഹൂനഹു കാരണം എന്താണ് വിദ്യാർത്ഥികളെ തിന്മകളെ ഒക്കെ എന്ത് ചെയ്യും ഉലമാക്കൾ എന്ത് ചെയ്യും ഷിർക്കിനെ ഉലമാക്കൾ എന്ത് ചെയ്യും ഉലമാക്കൾ അത് തടയും പ്രതിരോധിക്കും വെറുദൂന കൈദഹു അവൻ്റെ കൈദ് തന്ത്രത്തെ അവർ ഖണ്ഡിക്കും ഇന്നമായ തസല്ലത്തു ഇന്ദ അദ്മിൽ ഉലമായി സാധാരണഗതിയിൽ ഉലമാക്കളുടെ ഇല്ലായ്മ ഉലമാക്കൾ യഥാർത്ഥ ഉലമാക്കൾ ഹറവിയായ ഉലമാക്കൾ ഇല്ലാതിരിക്കുമ്പോഴാണ് ഷെയ്ത്താൻ എന്ത് ചെയ്യുക ആധിപത്യം സ്ഥാപിക്കുക ഹത്താ ഇദാ ഹലക ഉലായിക്ക അങ്ങനെ ആ കൂട്ടര് ആ തലമുറ നശിക്കുവോളം അതായത് മരിച്ചു പോകുന്നവരെ വനുസിയൽ ഇൽമ് മറക്കപ്പെടുകയും ചെയ്തു യാനി ബി മൗത്തിൽ ഉലമാക്കളുടെ മരണം കാരണം അല്ലദീന യുഹദ്ദിറൂന മിന ഷിർക്കിൽ നിന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഉലമാക്കൾ ഉബിദത്ത് അങ്ങനെ അടുത്ത തലമുറയപ്പോൾ ആരാധിക്കപ്പെട്ടു പിന്നുള്ള തലമുറകളിൽ ആരാധിക്കപ്പെട്ടു ഹാദിഹി സൂറു ലിയന്ന ഷൈത്താന ഖാല ലഹും അപ്പോൾ ഹാദിഹി സൂറ ഈ രൂപങ്ങളെ പിന്നെ ആരാധിച്ചു ഈ രൂപങ്ങൾ ആരാധിക്കപ്പെട്ടു ലിയന്ന ഷൈത്താന കാരണം ഷൈത്താൻ ഖാല ലഹും അവരോട് പറഞ്ഞ എന്താ അറിയോ ഇന്ന ആബാഅക്കും മാ നസബു ഹാദിഹി സൂറ ഇല്ലാ മിൻ അജ്ലി അൻ യതഖറബു ഇലൈഹ ഈ രൂപങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വെറുതെ സ്ഥാപിച്ചതല്ല അവരിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാ ഇതൊരു തവസ്സുലാക്കാനാ യസ്കൂന ബിഹാൽ മത്തർ അവർ മുഖേന എന്ത് ചെയ്യാം മഴയൊക്കെ തടാനാണ് ഫസ്വദ്ദഖൂഹു അപ്പോൾ ഷെയ്ത്താൻ ആ തോന്നിപ്പിച്ച ആ തോന്നലുകളുണ്ടല്ലോ അതിനെ അവർ സത്യപ്പെടുത്തി ഫിഹാദ കാര്യത്തിൽ മക്കാലത്തുഹു ലിഹാദൽ ജീൽ അപ്പോൾ രണ്ടാം തലമുറ ഈ ജീലിനോട് ഈ ഷെയ്ത്താൻ്റെ വാക്കുണ്ടല്ലോ അൽ മുത്താഹിരി അടുത്ത തലമുറ പിന്നെ വന്നേ തുഹാരിഫു മക്കാലത്തുഹു ലിൽ ജീൽ സാബിഖ് മുൻ തലമുറയോട് പറഞ്ഞതിൻ്റെ വിരുദ്ധമാണ് വ്യത്യസ്തമാണ് ആ മുൻ തലമുറയോട് എന്താ പറഞ്ഞത് നിങ്ങളിങ്ങനെ രൂപം ഉണ്ടാക്കി വെച്ചാൽ അത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഈ രൂപങ്ങളിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരുടെ അവസ്ഥകളും അവരുടെ നല്ല കാര്യങ്ങൾക്ക് ഓർമ്മ വരും അപ്പോൾ നിങ്ങൾ അവരെ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അറിയും പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ തലമുറയോട് പറഞ്ഞത് എന്താണ് അടുത്ത തലമുറയോട് പറഞ്ഞത് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇത് ഉണ്ടാക്കി വെച്ച് എന്തിനാണെന്നറിയാമോ അവർ മുഖേന അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് അവരെ തവസ്സുലാക്കാൻ വേണ്ടിയിട്ട് അവർ മുഖേന മഴ തേടാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുത്തു എന്നതാണ് മനസ്സിലായല്ലോ അങ്ങനെ ഹാദാ ബിൻ ബാബിൽ മക്ർ ഇത് ചതിയാണ് ഫസദ്ദഖൂഹു ഫി ഹാദാ ഫഅബദൂഹും അങ്ങനെ ഈ വിഷയത്തിൽ ഇബ്ലീസിനെ അവർ സത്യപ്പെടുത്തി അങ്ങനെ ആ രൂപങ്ങൾ അവർ ആരാധിക്കുന്നതിലെത്തി ആരാധിച്ചു വമിൻ ഹീനിഹ ഹദസ ഷിർക്ക് ഫിൽ അർദ് അവിടെ മുതലാണ് ഭൂമിയിൽ ഷിർക്ക് തുടങ്ങിയത് വഅയ്യറ ദീനു ആദം അലൈഹിസ്സലാം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദീൻ മാറ്റപ്പെട്ടു അവിടെ മുതലുള്ള ദീനുൽ ഇസ്ലാം ശരി ഒറിജിനൽ തൗഹീദ് ആണ് പക്ഷേ പിന്നീടാണ് ബഹുദൈവാരാധന വരുന്നത് എന്നതാണ് കുറേ കാലത്തിന് ശേഷം ഫബഅസല്ലാഹു നബിയഹു നൂഹൻ അലൈഹിസ്സലാം അവ്വല റുസുൽ അങ്ങനെയാണ് ആദ്യത്തെ മുർസലീങ്ങൾപ്പെട്ട ആദ്യത്തെ വ്യക്തി നൂഹ് അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചത് വഹാദ അവ്വലു ഷിർക്കിൻ ഹദസ ഫിൽ അർദ് ഇതാണ് ആദ്യം ഭൂമുഖത്ത് സംഭവിച്ച ഷിർക്ക് വസബബുഹു അതിൻ്റെ കാരണം എന്താണ് ഹുവൽ ഉലുവു ഫിസ് സ്വാലിഹീൻ സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ ഉണ്ടായ അതിര് കവിച്ചിലാണ് സുമ്മബഅസല്ലാഹു നബിയഹു നൂഹൻ അലൈഹിസ്സലാം അത് നിരോധിക്കാൻ വേണ്ടി നൂഹ് അലൈഹിസ്സലാമിനെ അല്ലാഹു അയച്ചു വയുരീദു റദ്ദഹും ഇലാ തൗഹീദ് തൗഹീദിലേക്ക് അവരെ മടക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് അള്ളാഹു ഉദ്ദേശിച്ചത് വലാക്കിൻ പക്ഷേ ലം യുഅ്മിൻ മഅഹു ഇല്ല ഖലീൽ കുറച്ചാളുകളല്ലാതെ നൂഹ് അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചില്ല കമാ ഖാലല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പോലെ വഖാലൂ ലാ തദറുന്ന ആലിഹത്തും അവരെന്താ പറഞ്ഞത് നിങ്ങളുടെ ഇലാഹുകളെ വദ്ദുസുവാ യൗസി യഊഖ് നസ്ർ ഈ ഇലാഹുകളെ ഒന്നും നിങ്ങൾ ഒഴിവാക്കരുത് ഈ നൂഹ് പറയണ കേൾക്കണ്ട കമാ ഖാല കുഫാർ ഖുറൈശിൻ ലമ്മാ നഹാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷിർക്കിനെ തൊട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളെ നിരോധിച്ചപ്പോൾ ഖുറൈശി കുഫാറുകൾ പറഞ്ഞതുപോലെ വൻ ത്വലഖൽ മലഉ മിൻഹും അവരിൽ നിന്നുള്ള ഈ വലിയ വലിയ ആൾക്കാർ അവരെന്ത് ചെയ്തു പോയി അനിംഷു വസ്ബിറു അലാ ആലിഹത്തിക്കും നിങ്ങൾ നടന്നോ നിങ്ങളുടെ ഇലാഹുകളുടെ വിഷയത്തിൽ ക്ഷമിക്കണം ലാ തുതിഉ മുഹമ്മദൻ നിങ്ങൾ മുഹമ്മദിൻ്റെ ദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കരുത് എന്ന് പറഞ്ഞു ഖുറൈശി കുഫാറുകൾ
ഫദീനുൽ മുഷ്രിക്കീന വാഹിദുൻ. അപ്പം മുഷ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികളുടെ ദീൻ മതം എന്ന് പറയുന്നത് ഒന്നേ ഒന്നാണ്. മിൻ ഖദീമി സമാനി വ ഹദീസി എന്ന് പറഞ്ഞാൽ അത് മുൻകാലത്ത് ഒന്നാണ്, ഇപ്പോൾ അതിൻ്റെ പുതിയ കാലത്ത് ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആശയമൊക്കെ ഒന്ന് തന്നെയാണ്. ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്ന് തന്നെയാണ്.